വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഒട്ടും ആഡംബരം ഒന്നുമില്ലാത്ത, ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ലാത്ത, എന്നാൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ഒരു കറിയാട്ടോ ഇത്. പാചകം പഠിച്ചു വരുന്നവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാട്ടോ. ശരിക്കും ഇതൊരു നേപ്പാളി ഡിഷാണ്, പക്ഷെ അതിന്റെ ഒരു അഹങ്കാരം ഇല്ലാത്തൊരു കറിയാട്ടോ. എന്നാ പിന്നെ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. എന്നാ പിന്നെ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായി ആദ്യമേ തന്നെ ഒരു ബൗളൊന്ന് എടുത്തു വെച്ച് അതിലേക്ക് ഒരു കപ്പ് തൈരാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തൈര് എടുക്കുമ്പോൾ ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത തൈര് നോക്കി എടുക്കണം കേട്ടോ. അത് നന്നായിട്ടൊന്ന് അതിന്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തേട്ടോ. തൈരിൽ വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. ഇനി അതിലേക്ക് ഒരു പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുത്തേട്ടോ. അതൊന്ന് ഉടച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർത്താലും മതിയാവും. ചേർത്ത് ഈ തൈരിന്റെ കൂടെ അത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡി ആവുന്നതാണ്. ടേസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കറിയാട്ടോ. ഇതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സവാളയും കൂടെ ഒന്നങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സവാളയുടെ പകുതിയൊക്കെ എടുത്ത് ഒന്ന് നീളത്തിൽ അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. മിക്സ് ആക്കുന്നതിന് മുന്നേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഉപ്പും ചേർത്ത് നല്ലപോലെ തന്നെ അങ്ങ് മിക്സ് ആക്കിക്കോളൂ കേട്ടോ. മിക്സ് ആക്കുന്നതിനൊന്നും ഒരു മടിയും വേണ്ട കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിന്റെ പണി ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇത്രയും ടേസ്റ്റിലുള്ള ഒരു കറി ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാമെങ്കിൽ എന്നാ പിന്നെ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൂടെ. കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങിച്ചു കഴിക്കൂട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിലാട്ടോ ഈ കറി കിട്ടുന്നത്. ഇതിങ്ങനെ മിക്സ് ആക്കി ഒന്നങ്ങ് മാറ്റി വെക്കാൻ. ഇനി ഇതിലേക്ക് ഒരു താളിപ്പും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. അതിനായി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ കടുകിട്ട് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് വീണ്ടും ഒരു 1/2 ടീസ്പൂണൊക്കെ ചെറിയ ജീരകവും കൂടെ ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാട്ടോ. ഇത് രണ്ടും കൂടെ കിടന്നൊന്ന് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവനില്ലാതെ എന്ത് കറിയല്ലേ. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് അതിലേക്ക് ഒരു വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് കുറച്ച് മുളക് പൊടി ഒരു 1/4 ടീസ്പൂണൊക്കെ മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് അതൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാട്ടോ. ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ശരിക്കും ഈ താളിപ്പും കൂടെ ചേർക്കുമ്പോഴാട്ടോ നമ്മുടെ കറി നല്ല സൂപ്പർ ആവുന്നത്. അപ്പം ഈ താളിപ്പും കൂടെ ഇനി നമുക്കൊന്ന് ആ തൈരിന്റെ മിക്സിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാട്ടോ. അതുകൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. നല്ലപോലെ തന്നെ ഒന്നങ്ങ് മിക്സ് ആക്കിക്കോളൂ കേട്ടോ. ഇതൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സൂപ്പർ ആയിട്ട് സെറ്റ് ആവട്ടോ. ഇത് കാണുമ്പോഴേ അറിയാലോ എന്തുമാത്രം ടേസ്റ്റ് ആയിരിക്കും ഇതിനെന്ന്. ഒരു വട്ടം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കൂട്ടോ. അതിനൊരു സംശയവും ഇല്ല. അപ്പം ഇനിയും ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.